കുഞ്ഞാവേ, നമുക്ക് കുളിച്ച് സുന്ദരി കുട്ടിയാവണ്ടേ? കുഞ്ഞാറ്റെങ്കിൽ കുഞ്ഞാറ്റ. അയ്യോ എന്റെ കുണുക്ക, ആദ്യം നീ തനിയെ കുളിക്കാൻ പഠിക്കേ, എന്നിട്ട് നമുക്ക് കുഞ്ഞാവിനെ കുളിപ്പിക്കാട്ടോ. ആഹാ, കുളിക്കുന്നതൊക്കെ ഇഷ്ടം തോന്നുന്നു. നല്ല സന്തോഷമുണ്ടല്ലോ. എന്നാ നമുക്ക് കുളിക്കാം. കുണുക്ക, നിങ്ങൾ ഏതു നേരം കുഞ്ഞാറ്റത്തമ്മനെ നോക്കിക്കൊണ്ടിരിക്കുവാണോ? ഈ നീതു ചേച്ചിയുടെ അടുത്ത് നിത്യ ചേച്ചിയുടെ അടുത്ത് വരാത്ത എന്താ? കുഞ്ഞാറ്റേനെ കിട്ടിയപ്പോ നിങ്ങൾക്ക് അവരെ മതിയോ? അയ്യോ, എനിക്ക് വെക്കേഷനാ. പിന്നെ നിത്യ ചേച്ചി ഇനി 10ലേക്കാ. നിത്യ ചേച്ചി അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നെ കൂടി കളിക്കാലോ. അത് നേരാ. ഈ കൊച്ചു വന്നേ പിന്നെ ഇവര് നീതുന്റെ നിത്യയുടെ അടുത്ത് ഇരിക്കണേ ഞാൻ കണ്ടിട്ട് പോലുമില്ല. അമ്മ ഇത് രസാലേ കുഞ്ഞാവിനെ കാണാൻ. ഇത് ആരുടെ കുഞ്ഞാവായിരിക്കും? എന്താ ഇതുവരെ ആരും അന്വേഷിച്ചു വരാത്തെ? നമ്മൾ CCTV കണ്ട പോലെ ഇതിനെ ശരിക്കും കളഞ്ഞിട്ട് പോയതാണോ? ഒന്നും അറിയില്ല നീതു മോളെ. ലക്ഷണം കണ്ടിട്ട് ഒരു 3 മാസമായ കൊച്ചാന്നാ തോന്നുന്നേ. നമ്മളുടെ കയ്യിൽ നിന്ന് ഇതിനെ ഏൽപ്പിക്കുന്നത് വരെ നമ്മളെ സുരക്ഷിതമായിട്ട് നോക്കണം. അതുകൊണ്ടാണ് ഞാൻ കുളിപ്പിക്കാന്നൊക്കെ കരുതിയേ. നിങ്ങളെ കളയാനോ? ഞാനോ? നല്ല കാര്യായി. എടാ കുണുക്ക, ഒന്ന് വാടാ, നമുക്ക് കാർട്ടൂൺ കാണാം. എനിക്കാണെങ്കിൽ അവിടെ ബോറടിക്കുന്നു. ഈ കുഞ്ഞാവ പോകുമല്ലോ, അപ്പൊ നീയൊക്കെ വരുമല്ലോ. അപ്പൊ ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പോകുക. ഓ, ഈ കൊച്ചിന്റെ ആറാട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ലമ്മ, ഞാൻ കുളിപ്പിക്കാൻ തുടങ്ങിയുള്ളൂ. ഓ, പാളി കിടത്തി കുളിപ്പിക്കണ കണ്ടാ തോന്നും അവള് പ്രസവിച്ച കൊച്ചാന്ന്. മുറ്റത്തുനിന്ന് ചെളിന്ന് കിട്ടിയ കൊച്ചല്ലേ? ആ ചെളിയോട് കൂടി അങ്ങോട്ട് തിരിച്ചു കൊടുത്താ മതി. എന്താ അമ്മ ഇത്? എന്തൊരു ചൂട് കാല. കുട്ടി എന്തോരം വിഷമിക്കുന്നുണ്ടാവും. ഞാൻ അതാ ഒന്ന് കുളിപ്പിക്കാന്ന് കരുതിയേ. എടി, അതിന് നമ്മൾ എന്ത് ചെയ്യാനാ? ഇതിന്റെ അമ്മക്ക് വേണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി പോലീസുകാരും അവരൊക്കെ വരുമ്പോ കൊച്ചിനെ കുളിപ്പിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. കുളി കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞാൽ പിന്നെ അവര് പോയാലേ പിന്നെ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നീ വളർത്തോ ഇതിനെ? ദേ കുണിക്ക്, വലിയ ആൾക്കാര് സംസാരിക്കുമ്പോ മുണ്ടാണ്ടിരുന്നോട്ടോ. കുണിക്കിനെ അമ്മ കുളിപ്പിച്ച് പട്ടോടെയൊക്കെ ഇട്ട് സുന്ദരിയാക്കിയതല്ലേ. ഇനി എന്തിനാ ഇപ്പൊ കുളിക്കുന്നേ? ഇനി നമുക്ക് സന്ധ്യക്ക് കുളിക്കാം. അയ്യോ, പാളെ കിടന്നൊക്കെ കുളിക്കുന്നതേ കുഞ്ഞു വാവയാ, അല്ലാതെ കുണിക്ക് വലുതല്ലേ. വാവയാണ്, പക്ഷെ കുറച്ച് വലിയ വാവയായി പോയില്ലേ. ഈ പാളെ കിടന്ന് കുളിക്കണതേ ഇങ്ങനെ പട്ടുവാട ഇതൊക്കെ ഇട്ടിട്ടല്ല. ഇതേപോലെ ഒരു ചെറിയ ഷഡ്ഡിയൊക്കെ ഇട്ടൊരു കുഞ്ഞു കുട്ടികളാ കുളിക്കുന്നത് കേട്ടോ. പറഞ്ഞ മനസ്സിലാവില്ലേ കുണിക്ക്? നിങ്ങൾ രണ്ടും അപ്പുറത്തേക്ക് പോയിക്കേ. ഇതേ ഈ കണ്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്റെ മോന്റെ മക്കളെ വഴക്കുറയാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, കേട്ടല്ലോ. കുണിക്കിനെ ഈ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നീ പെണം കണ്ട അവർക്ക് കുറച്ച് വിഷമം ഉണ്ടാവും. കണ്ട കുട്ടികളെയൊക്കെ വിളിച്ച് നീ പുഞ്ഞാരിപ്പിക്കുകയും പാളേക്കെടുത്ത് കുളിപ്പിക്കണൊക്കെ കാണുമ്പോഴേ അവർക്ക് സങ്കടം ഉണ്ടാവും. അവരതാ പറയണം അവരോടും അത് ചെയ്യണമെന്ന്. അത് ഒഴിവാക്കാൻ വേണ്ടി നീ എത്രയും വൈകി കൊച്ചിനെ കൊണ്ടേ കൊടുക്ക്. പോലീസുകാർ ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇതിനെയും കൂടെ സ്റ്റേഷനിലോട്ട് പോകും. ഓ, മാധവൻ ചേട്ടൻ വരട്ടെ. ഞാൻ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് തന്നെ ചെയ്തോളാം. തൽക്കാലം ഞാനിതിനൊന്ന് കുളിപ്പിച്ചോട്ടെ. ഓ, എന്റെ പൊന്നെ, ഒരു പുള്ള വളർത്തു കേന്ദ്രം. കുണിക്ക് നീ എവിടെ പോവാ? എന്റെ കുണിക്ക് നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇത് തന്നെ ആ വീട്. ആ കുട്ടീനെ ഇവിടെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കണം. ഇവിടെ ആരുമില്ലേ? എന്റെ കുഞ്ഞ്. അയ്യോ, എന്റെ കുഞ്ഞ്, ഇവിടെ ആരുമില്ലേ? ഇതാരാ? അയ്യോ, ഈ ആന്റി കരയുവാണല്ലോ. മോളെ ഈ വീട്ടിലെ ആണോ? അതെ ആന്റി, ഞാനീ വീട്ടിലെ. അല്ല ആന്റി എന്തിനാ കരയുന്നേ? എന്റെ കുഞ്ഞിനെ കാണാതെ പോയി. ഈ വീട്ടിലുണ്ടെന്നറിഞ്ഞ് ഓടി വന്നതാ. എന്റെ കുഞ്ഞിനെ എനിക്ക് തരണേ. അയ്യോ, കുഞ്ഞാറ്റയുടെ അമ്മയാണോ? അതേ മോളെ, ഞാനാ കുഞ്ഞാറ്റയുടെ അമ്മ. അങ്ങനെയാണോ നിങ്ങൾ വിളിക്കുന്നേ? ഞങ്ങള് പേരൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. വേഗം കുഞ്ഞിനെടുത്തോണ്ടോ. അമ്മേ, ഓടി വാ. ദേ നമ്മുടെ കുഞ്ഞാവയുടെ അമ്മയെന്ന് പറഞ്ഞ ആരോ വന്നിരിക്കുന്നു. അമ്മേ, എന്താ നിറ്റ് നീ വിളിച്ചത്? കുഞ്ഞാവയുടെ അമ്മയോ? ഇതാരാ? അയ്യോ, എന്റെ കുഞ്ഞ്. എന്റെ മോളെ ഇങ്ങതാ. എന്റെ മോളെ ഞാൻ എടുക്കട്ടെ. എന്റെ മോളെ ഇങ്ങതാ. നിങ്ങളാണ് ഈ കുട്ടിയുടെ അമ്മ? അതെ, ഞാനാ. എന്റെ മോളെ താ. നിങ്ങളിപ്പോ വന്ന് കുഞ്ഞിനെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ തരാനാ? ഇതിപ്പോ പോലീസുകാർ വരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നേ? അയ്യോ, പോലീസുകാർ വന്നാലേ തരുള്ളൂ. നിങ്ങളൊരു അമ്മയല്ലേ? ഇതൊക്കെ നിങ്ങളുടെ കുട്ടികളല്ലേ? എന്നിട്ട് നിങ്ങൾക്ക് അറിയില്ലേ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടാലുള്ള വേദന? എന്റെ കുഞ്ഞിനെ ഇങ്ങതാ. CCTV കണ്ടത് നിങ്ങളുടെ രൂപമല്ലല്ലോ. ഞാൻ എന്തായാലും എന്റെ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കട്ടെ. അയ്യോ, CCTV കണ്ടത് എന്റെ രൂപമല്ല. ഞാൻ അറിയാതെ എന്റെ സഹോദരി കുഞ്ഞിനെടുത്ത് നിങ്ങളുടെ ഇവിടെ കൊണ്ടൊന്ന് കിടത്തിയതാ. അമ്മ, എന്തൊക്കെയാ ആന്റി പറയുന്നേ? സത്യ മോളെ പറയുന്നേ. എന്റെ വയറ്റിൽ നിന്ന് ഞാൻ പ്രസവിച്ച കുഞ്ഞാവയായത്. ഞാൻ എന്താ ദൈവമേ ചെയ്യാൻ? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എന്താ ഇവിടെ? എന്താ? ആരാ ഇത്? അമ്മച്ചി ഈ വീട്ടിലാണോ? എന്നാ എന്റെ വിഷമം കേൾക്കണം. നിന്റെ വിഷമം വന്ന് ഇവിടെ എന്തിനാ പറയണേ? അല്ല, എന്താ നിന്റെ വിഷമം? അമ്മച്ചി, ഇത് എന്റെ കുഞ്ഞ്, ഈ കൈക്കുഞ്ഞ്. അതിനെ മേടിക്കാൻ ഞാൻ വന്നതാ. പക്ഷേ ഈ സ്ത്രീ തരുന്നില്ല. പോലീസ് വരട്ടെ എന്നൊക്കെ പറയുന്നു. ഇത് നിന്റെ കുഞ്ഞാണോ? അതെ.
നിന്നെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. നീ എന്തിനടി പെറ്റിട്ടിട്ട് ഞങ്ങളുടെ മുറ്റത്ത് കൊണ്ടുവന്ന് കൊച്ചിനിടണേ? എന്നിട്ട് അവള് കരഞ്ഞു മെഴുകി വന്നേക്കുന്നു. എന്തിനടി കൊച്ചിനെ ഞങ്ങളുടെ മുറ്റത്തിട്ടെ? അയ്യോ ഞാനല്ല, എന്റെ സഹോദരിയാ. നീ അല്ലെങ്കിൽ നിന്റെ സഹോദരിക്ക് ഇത് കൊടുത്തേക്ക്. ഗീതേ, കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്ക്. അവക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അമ്മ, അങ്ങനെയൊന്നും കുഞ്ഞിനെ കൊടുക്കാൻ പറ്റില്ല. ഇതിപ്പോ പോലീസ് കേസായി ഇരിക്കുന്നതല്ലേ. അങ്ങനെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയാ കുഞ്ഞിനെ കൊടുക്കുക? എടി, അതിന് ആരെങ്കിലും അല്ലല്ലോ, ഈ കൊച്ചിന്റെ അമ്മയെന്നല്ലേ പറയണേ. പിന്നെ എന്താ, നീ അങ്ങോട്ട് കൊടുക്ക്. അങ്ങനെ കൊടുക്കാനൊന്നും പറ്റില്ല. മാധവൻ ചേട്ടനെ വിളിക്കട്ടെ. എന്റെ ദൈവമേ, കൊച്ചിനെങ്കിലും ഒഴിവാക്കാനായിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ചിരിക്കുമ്പോ ദൈവമായിട്ട് വന്നത് ഈ പെണ്ണെടുത്തോളാന്നും പറഞ്ഞ് അങ്ങോട്ട് കൊടുക്കുക ചെയ്തേ. നിന്റെ കുഞ്ഞാണെങ്കിൽ വേഗം വന്ന് കൊണ്ടുപോകും. ഇനി താ ചേച്ചി എന്റെ കുഞ്ഞിനെ. നിന്റെ കുഞ്ഞാണെന്ന് നീ ആദ്യം തെളിയിക്കേ. തെളിവെടുപ്പ് നടത്താൻ നീ ആരടിക്ക്? ഇത് ജഡ്ജാണോ? ഇപ്പോഴാണെങ്കിൽ കുണുക്കി കുണുക്കനി കിടന്ന് ഉറങ്ങുക. അങ്ങോട്ട് വേഗം കൊടുത്തു വിട്. അവരെണീറ്റാ പിന്നെ അറിയാലോ, അവര് സമ്മതിക്കില്ല. ഇവിടെ കിടന്ന് ഇടിയും നിലവിളി ഇടും. ഇനി താ ചേച്ചി എന്റെ കുഞ്ഞിനെ. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? പിടിച്ചു വലിക്കാതെ അങ്ങോട്ട് മാറിക്കേ. എത്ര നേരം ചോദിക്കും. നിങ്ങൾ താ ചേച്ചി. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? കുഞ്ഞി കുട്ടിയാന്നറിയില്ല. ഇങ്ങനെ പിടിച്ച് വലിക്കാതെ മാറി നിന്നേ. എന്താ ഈ കാണിക്കണെന്ന്? മാറ്. കുണിക്ക് അവര് കുഞ്ഞാവിനെ കൊണ്ടുപോകാൻ വന്നതാ. കുഞ്ഞാവിടെ അമ്മയാണെന്നാ പറയണേ. അത് പറയാ നീ ഏതാ? ഇത് ഞങ്ങളുടെ കൊച്ചാ. അത് തന്നെ. ആന്റി എന്തൊക്കെയാ കാണിക്കുന്നത്? ആന്റിയുടെ കുഞ്ഞാണെങ്കിൽ പോലീസിനെയും കൂട്ടി വാല്ലാണ്ട് എന്റെ അമ്മയുടെ കൈ പിടിച്ച് വലിക്കണേ എന്താ? ഓ, വന്നതും കൊള്ളാം നിന്നതും കൊള്ളാം. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ കൊണ്ട് പോട്ടേന്ന് കരുതുമ്പോൾ ഇവിടെ കിടന്ന സർക്കസ് കാണിക്കണേ. ഞാൻ സർക്കസ് കാണിക്കാൻ വന്നേന്നല്ല. മര്യാദക്ക് എന്റെ കുഞ്ഞിനെ തരാൻ നിങ്ങളുടെ മരുമകളോട് പറ. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയും. എന്താ നിങ്ങളുടെ സ്വഭാവം? അതൊന്നും അറിയണമല്ലോ. ആഹാ, അത് കൊള്ളാലോ. നീ നിന്റെ കുഞ്ഞിനെ ഞങ്ങളുടെ മുറ്റത്ത് ഇട്ടോണ്ട് പോയി. വേണമെങ്കിൽ നീ നിന്റെ കുഞ്ഞിനെ കൊണ്ട് പോകാനാണ്. നിന്റെ സ്വഭാവം കാണിക്കാൻ ഇവിടെ നിൽക്കണ്ട. ഇങ്ങോട്ട് താടി എന്റെ കുഞ്ഞിനെ. അത് തന്നെ. ഇങ്ങനെ പിടിച്ച് വലിക്കല്ലേ ആന്റി. ഞാൻ വേഗം പോയി അച്ഛനെ വിളിക്കട്ടെ. അയ്യോ, എന്ത് പറ്റിയമ്മേ? ഓ, എന്ത് പറ്റാൻ? ആ കുഞ്ഞിന്റെ അമ്മ ഒന്ന് ചോദിച്ചിട്ട് നീ ഗീത ആ കൊച്ചിനെ കൊടുക്കുന്നില്ല. അത് കാരണം ഇവിടെ വഴക്കാ. കുഞ്ഞിന്റെ അമ്മയോ? നിങ്ങളോ? അതെ, ഞാനാ കുഞ്ഞിന്റെ അമ്മ. എന്നിട്ട് പോലീസുകാർ അങ്ങനെയല്ലോ പറഞ്ഞത്, ഒരു നാടോടി സ്ത്രീയാണെന്നാണല്ലോ. അയ്യോ, എന്റെ കയ്യിൽ നിന്ന് അവര് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയതാ സാറേ. മര്യാദക്ക് കൊച്ചിനെ താ. ഞാൻ നിങ്ങൾ എവിടെയോ എവിടെയും കണ്ടിട്ടില്ല. കൊച്ചിനെ തരാൻ. അത് തന്നെ. ഞാനിന്ന് ഫേസ്ബുക്കിൽ കണ്ടതാ. വെക്കേഷൻ ആയപ്പോ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നവരുടെ ഫോട്ടോയില് നിങ്ങളുടെ ഫോട്ടോ. ഈ അവളിതെങ്ങോട്ടേക്ക് ഓടിയേ? അമ്മ, നമുക്ക് മനസ്സിലായില്ലേ? അവള് പിള്ളേരെ തട്ടിക്കൊണ്ടുപോകണവരാ. ഇവിടെ ഒരു കുഞ്ഞിനെ കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞപ്പോ എങ്ങനെയെങ്കിലും അതിനെ കൈക്കലാക്കാൻ വന്നതാ. വല്ല പിച്ചക്കാർക്ക് കൊടുത്ത് കാശ് വാങ്ങാനായിരിക്കും. നിന്നോട് ആര് പറഞ്ഞു? ഫേസ്ബുക്കിൽ അവളുടെ ഫോട്ടോ സഹിതം പ്രചരിക്കുന്നുണ്ട്. എന്തായാലും അവൾ ഓടിയാലും അധികം ഓടില്ല. പോലീസുകാരെ റോട്ടി നിൽപ്പുണ്ട്. അവര് പിടിച്ചോളൂ. ഓ, ഇത് തന്നെയാ ഞാൻ ആ പെണ്ണിനെ കൊച്ചിനെ കൊടുക്കാനത്. അമ്മ എന്നെ എന്തൊക്കെ പറഞ്ഞു. ഈ കൊച്ചിനെ ഇപ്പൊ കൊടുത്തെങ്കിൽ എന്താകുമായിരുന്നു? കുഞ്ഞിനെ കൊടുത്തെങ്കിൽ നമ്മൾ ജയിലിൽ പോകേണ്ടി വന്നേനെ. എന്റെ പൊന്നു ഗീതേ, ഈ കുഞ്ഞിനെ അവർ വന്ന് ഏറ്റെടുക്കുന്നത് വരെ നമ്മൾ സംരക്ഷിക്കണം. അതിന്റെ ഇടയിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്നാലേ കേസ് മാറും. അത് കൊള്ളാം. മുറ്റത്തുനിന്ന് വെട്ടിയ കൊച്ചിനെ നോക്കേം വേണം. എന്നിട്ട് പിന്നെ കേസ് മാറുന്നു. അതൊക്കെ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇനി ആരും പുറത്തിറങ്ങണ്ടോ? അത് വെക്കേഷൻ അല്ലേ. കുട്ടികളെ തട്ടിക്കൊണ്ടുപോണവരൊക്കെ ഇറങ്ങണുണ്ട്. അവര് കുടിക്കുമ്പോൾ കടിക്കും.